നമസ്കാരം. നമ്മുടെ ഇടയിൽ ഒത്തിരി ആളുകൾ റിട്ടയർമെൻറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ആൾക്കാർ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ജോലിക്കൊന്നും പോകാൻ പറ്റാതെ ചിലപ്പോൾ വീട്ടിലെ കുറേ റെസ്പോൺസിബിലിറ്റി ആയിട്ടൊക്കെ അവർക്ക് അവരുടെ ഒരു കരിയർ പെർസ്യൂ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഹോബി ഉണ്ടാവും. ഈ ഹോബി ഉപയോഗിച്ചിട്ട് ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ടും അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫോ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന ടൈമോ നന്നായിട്ട് ഒരു പൈസ സമ്പാദിക്കാനും അതിനേക്കാളുപരി കുറച്ച് സന്തോഷമുണ്ടാകും. കാരണം നമുക്കൊരു ഇൻകം ഉണ്ടാവണമെങ്കിൽ ഒരു സന്തോഷം, പിന്നെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഒരു സന്തോഷം, അത് ആരെങ്കിലും കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവും, നമുക്ക് വേറൊരു സന്തോഷം കിട്ടും. ഇതെപ്പോഴും ആക്റ്റീവായിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് പലപ്പോഴും നമ്മളിപ്പോൾ ഏർലി റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. പക്ഷേ ഞാൻ ഏർലി റിട്ടയർമെൻറ്റ് എടുത്തിരിക്കണം ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ 40 വയസ്സിലും 45 വയസ്സിലൊക്കെ റിട്ടയർമെൻറ്റ് എടുത്ത ആൾക്കാരെ എനിക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ആയിട്ടുള്ളത്. അവർ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഈ ഏർലി റിട്ടയർമെൻറ്റ് എടുത്തിട്ട് എനിക്കൊരു പണിയില്ലാണ്ടായി, അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ഭയങ്കര ബോറടിയാണ്, ഇത് വലിയൊരു പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും കംപ്ലയിൻറ്റ് പറയാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞ പരിപാടിയില്ല. നമുക്കൊരു ഡേ നമ്മൾ വിചാരിക്കുന്നു എനിക്ക് പൈസയ്ക്ക് വേണ്ടി പണിയെടുക്കണ്ട, എനിക്ക് ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടണം. അപ്പോൾ നമുക്ക് എന്താണോ നമ്മുടെ ഹോബീസ്, എന്താണോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു ഡേറ്റ് മാത്രമാണ് ഈ റിട്ടയർമെൻറ്റ് ഡേറ്റ്. അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നതിനേക്കാളും കൂടി ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഡേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫിനാൻഷ്യൽ ഫ്രീഡം ഡേറ്റ് എടുത്ത ആൾക്കാർ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൈസ അത്ര ടെൻഷനില്ല, എനിക്ക് ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന ഹോം മേക്കേഴ്സൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ നോക്കാവുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് പറയുക, റിട്ടയർമെൻറ്റ് ടൈം അവരുടെ ഹോബി ടു ഇൻകം, ഇതിന് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ പല എക്സാമ്പിൾസ് ഇട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്കതിൽ ചെയ്യാൻ പറ്റും. അതിൽ ഇപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ട്യൂഷൻ എടുത്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈവൻ സ്കൂൾ ടീച്ചേഴ്സിന് വേണമെങ്കിൽ ചെയ്യട്ടെ. അവർക്ക് ചിലപ്പോൾ ഒരു 4 മണി കഴിഞ്ഞാൽ ഫ്രീ ആവുന്ന ടൈമിൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടൊരു 7 മണി തുടങ്ങിയിട്ട് ഒരു 8 മണി വരെയൊക്കെ ട്യൂഷൻ എടുത്ത് കൊടുക്കണമെങ്കിൽ നല്ലൊരു ഇൻകം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ കിട്ടുന്ന ഒരു താല്പര്യത്തോടെ ചെയ്യണമെങ്കിൽ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. ട്യൂഷൻ എടുക്കുക. ഇനി അല്ലെങ്കിൽ ഗാർഡനിങ് ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ചിലർക്ക് ഗാർഡനിങ് വലിയ ഇഷ്ടമായിരിക്കും. ഇനി ഫിഷിനെ വളർത്താൻ പറ്റും, പട്ടികളെ വളർത്താൻ പറ്റും. ഇതൊക്കെ വിൽക്കാനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ലൊരു നമ്മുടെ ഹോബി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരു ബിസിനസ്സിലേക്ക് പോകാവുന്ന ഒരു കാര്യമാണ്. ഇതേമാതിരി എൻ്റെ ഫാദറിൻലോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സ്റ്റാമ്പും കോയിനൊക്കെ ആൾ കളക്ട് ചെയ്യണം. പണ്ടേ തുടങ്ങിയിട്ട് കളക്ട് ചെയ്ത് തരുന്ന ടൈപ്പ്. ആളിത് ട്രേഡ് ചെയ്യും. ഇത് നമുക്ക് ഇൻ്റർനെറ്റിൽ കൂടെ ഓപ്ഷൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ ആളുടെ അടുത്ത് ഒത്തിരി സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ട്. ഇത് അച്ഛൻ പറഞ്ഞത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരുമാനം കിട്ടുന്ന ഒരു പരിപാടിയൊക്കെയാണ്. എനിക്കറിഞ്ഞൂടെ ആൾ കാശ് ഉണ്ടാക്കുന്നുണ്ടോ കാശ് പോകുന്നുണ്ടോ. പക്ഷേ ഇതും ഇങ്ങനത്തെ, കാരണം ഇപ്പോൾ ഓൾഡ് സ്റ്റാമ്പ് കളക്ഷനൊക്കെ കോയിൻ കളക്ഷനൊക്കെ നമുക്ക് ഓപ്ഷൻ ചെയ്ത് വിൽക്കാനൊക്കെ പറ്റുന്ന കാര്യമുണ്ട്. ഇതേമാതിരി ഇപ്പോൾ ക്ലൗഡ് കുക്കിങ്ങും ക്ലൗഡ് കിച്ചനും കേക്കും ഇതെല്ലാം ഉണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ലെവലിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊന്നും അത്ര വലിയ ടെൻഷൻ എടുക്കാതെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളല്ല, ഇഷ്ടമായൊരു എക്സാമ്പിൾ നമ്മുടെ അടുത്തുണ്ട്. ഇനി ഒരു സീനിയർ പൊസിഷനിലേക്ക് ഇരുന്ന ആൾക്കാർക്കാണെങ്കിൽ കൺസൾട്ട് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് കമ്പനികൾക്കൊക്കെ നിങ്ങളെപ്പോലത്തെ ഒരു സീനിയറായിട്ടുള്ള ആളെ ഹയർ ചെയ്യാൻ പറ്റില്ല. അവർക്ക് നമ്മൾ വേണമെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ പോയിരുന്നിട്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ എക്സ്പേർട്ടൈസ് ഉപയോഗിച്ചിട്ട് അവരുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി കൊടുക്കുകയാണെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹോബിനെ നമ്മൾ ഒരു വരുമാന സ്രോതസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം എന്താണ്, ഇതിന് ഒരു ലോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കാര്യമായിട്ട്. ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഇത് തന്നെ നമുക്ക് വളരെ സ്മോളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. സ്മോൾ ആയിട്ട് ഭയങ്കര, ഇപ്പോൾ ട്യൂഷൻ എടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ 2 പേർക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുക. ഇതെനിക്ക് തോന്നുന്നു ഞാൻ ഒത്തിരി പണ്ടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫുണ്ട്. ആൾ ട്യൂഷൻ എടുത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ US-ലും UK അല്ലെങ്കിൽ ഈവൻ ദുബായിലൊക്കെ ഉള്ള കുട്ടികൾക്ക് മാത്രമാണ് ആൾ ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നത്. അത് സൂമിൽ കൂടെ ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നത്. ആൾ ബാംഗ്ലൂർ ഇരിക്കണം, എന്നിട്ട് സൂമിൽ കൂടെ ട്യൂഷൻ എടുത്ത് കൊടുക്കണം. അപ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ആ നാട്ടിലുള്ള ആൾക്കാർക്ക് അവിടെ ട്യൂഷന് പോകണമെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ കാശാവും. എന്നാൽ അവർ നാട്ടിലിരുന്ന് ചെയ്യണതിൻ്റെ പേരിൽ അവർക്ക് കുറച്ചും കൂടി പ്രീമിയം ചാർജ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇതൊന്നും എന്നോട് പറഞ്ഞല്ല, പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഇങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ട്യൂഷൻ എടുത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ എത്ര കാശ് ചിലവുണ്ട്. ഒരു സൂമിൻ്റെ ലൈസൻസ് എടുക്കേണ്ട കാശ് ചിലവ് മാത്രമേ ഉള്ളൂ. നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഡെഫിനറ്റ്ലി ഇതൊരു വർക്ക് ഫ്രം ഹോം ഓപ്ഷനാണ്. നമുക്ക് വേറെ യാതൊരുവിധ ബാധ്യതകളൊന്നുമില്ല.
വീട്ടിൽ നിന്നിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാനും ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താണ്, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇല്ല എന്നുള്ളത്. ഇവിടെ ഫ്ലെക്സിബിലിറ്റി നോ പ്രോബ്ലം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി റിട്ടയർമെൻറ്റ് ടൈമിൽ പിന്നെയും റൂട്ടീനിൽ നമ്മൾ പണിയെടുക്കണം എന്നുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ അത് വേണ്ട. നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ദിവസം ഇപ്പോൾ ഡെഫിനറ്റ്ലി ഗാർഡനിങ്ങും വീട്ടിൽ മീനെ വളർത്തേക്കാണെങ്കിൽ ഡെയിലി പ്രശ്നമാണ്. പക്ഷേ അതൊരു നമ്മുടെ എൻജോയ്മെൻറ്റ് ലെവലിൽ നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല. അപ്പോൾ ഇതെല്ലാം ഒരു മണി സ്രോതസ് ഉണ്ടാക്കാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഏതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, വാട്ട് വി ലവ്. നമുക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യാം. അങ്ങനെയാണ് നമുക്കൊരു ടയേർഡ്നെസ് തോന്നില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ബിസിനസ് പോകാൻ പറ്റും. ഒരിക്കലും ഒരു ബർഡൻ ആവില്ല എന്നുള്ളതാണ് ഇഷ്ടം. കാരണം അത് ചെയ്യേണ്ട നമ്മുടെ ആവശ്യം. ഇപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ നമ്മളൊരു 9 to 6 ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യണം. നമ്മൾ ആ മാസത്തെ EMI അടയ്ക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ടയേർഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ടൈമിൽ പലപ്പോഴും ഒരു ടയേർഡ്നെസ് ഉണ്ടാവില്ല. അതേമാതിരി നമ്മൾ വാട്ട് വി ഗുഡ് അറ്റ് ഇറ്റ്, നമ്മൾ ശരിക്കും ഏതിലാണ് നമ്മൾ നല്ലതുള്ളത് അത് ചെയ്യണമെങ്കിലും നമ്മുടെ സർവീസ് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവും, അവർക്കത് വേണ്ട എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുന്നു, നമ്മളത് നല്ലതുമാണ്, അപ്പോൾ മറ്റുള്ളവർക്ക് അത് നമ്മളുടെ ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാളിൽ പോയ ടൈമിൽ അവിടെ 2 മ്യൂസീഷ്യൻസ് ഇന്ന് പ്ലേ ചെയ്യുന്നു, എന്തൊരു പരിപാടിയുടെ ഇനാഗ്രേഷൻ. അപ്പോൾ ഞാനിരുന്ന് ആലോചിക്കുന്നത് അതേമാതിരത്തെ ഒരു ജോലിയാണെങ്കിൽ പ്രത്യേകിച്ച് അവരിന്ന് ചിരിച്ചേക്കുന്നത് ചെയ്യാനാണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലുണ്ട്. അവരിത് ദേ ലവ് ഡൂയിങ് ദറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹോബിയാണ്, എന്നാൽ അതിന് മറ്റുള്ളവർക്കൊരു ആസ്വാദനമാണ്, അതിന് ഓർഗനൈസേഷൻ നമുക്ക് കാശും തരുന്നുണ്ട്. വാട്ട് മോർ ഡു യു വാണ്ട്? അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഇൻകം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഡെഫിനറ്റ്ലി ഇത് പറയണത് ഇക്കിക്കായി എന്ന് പറഞ്ഞിട്ട് ജപ്പാനീസ് കൺസെപ്റ്റ് ഉണ്ട്. ആ ലെവലിലുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. ഡെഫിനറ്റ്ലി ഇതൊരു ആരെങ്കിലും സംബഡി ഷുഡ് ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. സൊസൈറ്റിക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം, ടു അതേഴ്സ് ആരെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം. കാരണം അങ്ങനെയാണെങ്കിൽ ഈ സാധനം ആൾക്കാർ വാങ്ങത്തുള്ളൂ. ഡെഫിനറ്റ്ലി ദിസ് ഷുഡ് മേക്ക് സം മണി. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ നിന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വോണ്ട് ടയർ യു. യു ഹാവ് യുവർ എക്സ്പെർട്ടൈസ് ടു ഡു ദിസ്. സംബഡി എൽസ് ഈസ് ഗെറ്റിംഗ് സം ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ആൻഡ് അതിന് കുറച്ച് ദക്ഷിണ പോലെ പൈസയും കിട്ടും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എസ്പെഷ്യലി റിട്ടയർമെൻറ്റ് ടൈമിൽ അല്ലെങ്കിൽ നമുക്കൊരു ഫിനാൻസിൻ്റെ ഒരു കൺസ്ട്രെയിൻ ഇല്ലാത്ത ടൈമിൽ നമ്മളൊരു ഹോബിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇൻകത്തിലേക്ക് വരുത്തുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എൻഗേജ് ആയിരിക്കാൻ പറ്റും, ഹാപ്പി ആയിരിക്കാൻ പറ്റും. അതേപോലെ കുറച്ചൊരു പൈസയും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് വളരെ ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു. നമ്മുടെ ഇടയിൽ ഒത്തിരി ആളുകൾ നാട്ടിലേക്ക് റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ എടുത്ത് വരുന്നുണ്ട്. അതേപോലെ ഇവൻ പുറത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരും NRI ആയിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരും ചിലപ്പോൾ വീട്ടിൽ ഒരാൾ മാത്രമേ ജോലിക്ക് ഉണ്ടാവുള്ളൂ, ഒരാൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഇനി അതല്ല വീട്ടിലാണെങ്കിലും ഒരാൾ മാത്രമേ വീട്ടിൽ ജോലിക്ക് പോകണ്ടാവുള്ളൂ, മറ്റേ ആൾ വീട്ടിലിരിക്കുന്നുണ്ടാവും. അവർ ചിലപ്പോൾ ജോലിക്ക് പോകുന്ന ആളേക്കാളും വിദ്യാഭ്യാസം കൊണ്ടും കഴിവ് കൊണ്ടൊക്കെ ചിലപ്പോൾ കൂടിയ ആൾക്കാരായിരിക്കും. അവരെന്തിനും വീട്ടിൽ മാത്രം ഇരിക്കണം. ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു സന്തോഷവും അവർക്ക് അതിൽ നിന്നൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും കിട്ടാൻ പറ്റും. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ ഡൂയിങ് ബിഗ് ഫേവർ ടു യുവർ സെൽഫ്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു സോ മച്ച്.